അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മത്തൻ അല്ലെങ്കിൽ പീയണിക്കയും പച്ചരിയും വെച്ചിട്ടുള്ളതാണ്. ആദ്യം മത്തൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പീയണിക്ക എടുത്തിട്ടുണ്ട്. ഇപ്പം 2 കിലോ ആണ് ഇതുള്ളത്. ഇത്രയും വേണ്ട, നമുക്ക് 1 കിലോ മത്തൻ മതി. അപ്പോൾ നമുക്ക് 1 കിലോ മത്തൻ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പൊ മത്തൻ കുറച്ച് വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ, തീരെ പൊടിയായിട്ട് കട്ട് ചെയ്യരുത്. പിന്നെ അതിന്റെ ഉള്ളിലുള്ള ആ കുരുവെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് പച്ചരിയാണ്. ഞാനിപ്പോൾ 250 ml കപ്പിന് ഒരു 1/2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് പച്ചരി അളന്നെടുക്കുക. ഇപ്പൊ 125 ml കപ്പ് അളവിന് 1/2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് പച്ചരി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് വെള്ളം മാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പോൾ പച്ചരി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അരിപ്പയിലേക്ക് ഇട്ട് വെള്ളം മാറാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് പുളിയാണ്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. പുളി ഒന്ന് കുതിർന്ന് വരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ പുളി കുതിർന്ന് കിട്ടും. ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് കഴുകി വൃത്തിയാക്കി ഈർപ്പം മാറ്റാൻ വേണ്ടിയിട്ട് അരിപ്പയിൽ വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകാണ്. ഒരു 5 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. കാശ്മീരി വറ്റൽ മുളകാണെന്നുണ്ടെങ്കിൽ ഒരു 7 8 ഒക്കെ എടുക്കാവുന്നതാണ്. ഇത് എരിവുള്ള വറ്റൽ മുളക് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ 5 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിന്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഈ അരി ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് ഒരു ചെറിയ ഗോൾഡൻ നിറം ആവുന്നത് വരെ വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പം പച്ചരിയൊക്കെ ചെറിയൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇത്രയും മതി. നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് മാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. 2 പ്രാവശ്യം പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് എടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിളച്ച വെള്ളത്തിന്റെ ചൂട് മാറിയിട്ട് പിഴിഞ്ഞെടുക്കുക. വീണ്ടും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിവെള്ളമാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പുളിവെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത മത്തൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അധികം അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്, വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്. എന്നാൽ നല്ലോണം വേവുകയും വേണം. മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പച്ചരിയും ഉലുവയും വറ്റൽ മുളകും കറിവേപ്പിലയൊക്കെ വറുത്തെടുത്തത് ചൂട് മാറിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഈ ഒരു കളറിലാണ് പൊടിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനി ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചിരകി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 1 എണ്ണം എടുത്തിട്ടുള്ളത്. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. പിന്നെ വെളുത്തുള്ളിയും ചെറിയ ജീരകം ഒന്നും ചേർക്കുന്നില്ല. വെറും ചിരകിയ തേങ്ങയും പച്ചമുളകും ചേർത്തിട്ട് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പൊ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി മത്തൻ വെന്തിട്ടുണ്ടോന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് ഉടച്ചിട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഉടച്ച് മഷി പോലെ ആക്കരുത്. ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അരി വറുത്ത് പൊടിച്ച് കലക്കി വെച്ചില്ലേ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് അരച്ചു വെച്ചിരിക്കുന്നതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. തീരെ നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു കുറുകിയ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാടിട്ട് തിളപ്പിക്കരുത്. ചെറിയൊരു തിള വരണം. തിള വരുന്ന സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു
ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കൂടി പോകരുത്. നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത സമയത്ത് പച്ചരി പൊടിച്ചെടുത്ത സമയത്ത് ഉലുവ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1-2 വറ്റൽ മുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ മുളകെല്ലാം മൂത്ത് ഉലുവയും കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇനി കടുക് താളിച്ചത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങ് തിളയ്ക്കാൻ പാടില്ല. ചെറിയൊരു തിള വന്നതിന് ശേഷമാണ് കടുക് താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ മധുരമുള്ള മത്തനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മധുരം ഇല്ലാത്ത മത്തനാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് വല്ലതും ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ എല്ലാം എന്താ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. മത്തൻ വെച്ചിട്ട് വളരെ എളുപ്പത്തിനും രുചികരവുമായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്